ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ വിഭവം ചിക്കൻ കുക്കർ ബിരിയാണിയാണ്. എൻ്റെതായ രീതിയിലാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ബിരിയാണിക്ക് ആവശ്യമായ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്. മസാലകളെല്ലാം ചേർത്ത് പുരട്ടി അരമണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് വറുത്തെടുത്തത്. വറക്കാൻ ആവശ്യമുള്ള സാധനം: ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, മല്ലിയില, തൈര്, ഗരം മസാലപ്പൊടി, തക്കാളി, മുട്ട, നാരങ്ങ, കോൺഫ്ലവർ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ വറക്കാനായിട്ട് ഉപയോഗിച്ചത്. ഇനി ചട്ടി അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ച് മസാലകളെല്ലാം റെഡിയാക്കാം. റെഡിയാക്കിയതിന് ശേഷം ഞാൻ കുക്കറിലേക്ക് മാറ്റുള്ളൂ. ആദ്യത്തെ 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം കേട്ടോ. വാട്ടാനുള്ള വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കാം. പെരിഞ്ജീരകം, കറുവപ്പട്ട, കുരുമുളക്, ഏലക്ക, ഗ്രാമ്പു ഇതെല്ലാം ഇതിലിടാം. കുരുമുളക് ഇത് പുതിനയിലയും മല്ലിയിലയും കൂടിയും അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ. ഒരു 6 സവാള അരിഞ്ഞതാണ് കേട്ടോ, 6 എണ്ണം. ഗ്രേവിക്ക് വേണ്ടിയാണ് 6 എടുത്തത്. ബിരിയാണി അല്ലേ ഉണ്ടാക്കണതല്ലേ. ഉപ്പിടാം. സവാള വാടാൻ ഉപ്പിടുന്നുണ്ട് കേട്ടോ. സവാള വാടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ പരുവം. ഈ പരുവത്തിൽ നമുക്ക് മസാല ഒക്കെ ചേർക്കാം. അധികം മൂക്കണ്ട കേട്ടോ, അധികം മൂത്ത് കരിയൊന്നും വേണ്ട. ഇത്രക്കോളം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി ഇടാം, കുറച്ച് മതി അല്ലേ. മല്ലിപ്പൊടി ഇട്ടാ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ചിക്കൻ മസാല 1 സ്പൂൺ ഇടുന്നുള്ളൂ. പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയാണിത്, അതൊരു 1/4 ടീസ്പൂൺ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പൊടിയൊക്കെ ഒന്ന് മൂപ്പായിട്ടുണ്ട് കേട്ടോ. ഇനി തക്കാളി ഇടാം. 2 തക്കാളി ഉണ്ട് കേട്ടോ. ഇത് മസാല ആയിട്ടുണ്ട് കേട്ടോ. ഇനി കുക്കറിലേക്ക് മാറ്റാത്. ഇനി കുക്കറിലേക്ക് ചിക്കൻ ഇടാം കേട്ടോ. ചിക്കൻ വറുത്ത ചിക്കൻ ഇടാം. അരമുറി തേങ്ങ പാല് പിഴിഞ്ഞ് വെള്ളം കൂട്ടി വെച്ചേക്കണം കേട്ടോ. അത് ഇതിലേക്ക് ഒഴിക്കാൻ പോകണം. ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ബിരിയാണി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം.
1 കിലോ അരിയാണ് എടുത്തേക്കണത്. 2.5 നാഴി അരിയുണ്ട്. 1 നാഴിക്ക് 1.5 നാഴി വെള്ളമാണ് കണക്ക് കേട്ടോ. അതനുസരിച്ച് വെള്ളം ഒഴിക്കാം നമുക്ക്. തിളയ്ക്കുമ്പോൾ അരി ഇടാം. കുതിർത്ത് വെച്ച അരിയാണ് കേട്ടോ. ഇതിടാൻ പോണം. കുക്കർ അടയ്ക്കാൻ പോണേ. ഒരു വിസിലാകുമ്പോൾ ഓഫ് ചെയ്യാം. ഒരു വിസിൽ കഴിഞ്ഞ് ഇതിൻ്റെ എയറെല്ലാം പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. എയർ പോയിട്ടുണ്ടേ, നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഇതേ കുക്കറിൽ നിന്ന് ഇതിങ്ങോട്ട് കമത്താൻ പോണട്ടാ. നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി. മുന്തിരി കിടന്നോട്ടെ, തിന്നാലാ ബിരിയാണിയിൽ. ആൾക്കാർക്ക് നമ്മുടെ കേരളത്തിൽ 90% ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ് ബിരിയാണിയിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടുന്നത്. അതുകൊണ്ട് അല്ല ബിരിയാണിയിൽ ഇടും സാധാരണ വലിയല. ഇന്നത്തെ വിഭവം കേട്ടോ. ഇന്നത്തെ ചിക്കൻ കുക്കർ ബിരിയാണി. അല്ല മോന് കൊടുക്കാം. ഞാൻ മോൾക്ക് കൊടുക്കാം കേട്ടോ. അമ്മ മോൾക്ക് തരാം കേട്ടോ. ചിക്കനുകളുണ്ട്, ചിക്കൻ തിന്നാനല്ലേ? ചിക്കനുകൾ തിന്നണം. ഇഷ്ടായ? ചിക്കൻ എടുത്ത് തിന്ന് പാവാ, ചിക്കൻ കാലെടുത്ത് തിന്ന്. ചിക്കൻ